സിസേറിയൻ ചെയ്യാൻ വേണ്ടി സ്പൈനൽ അനസ്തീഷ്യ ചെയ്ത ശേഷമാണ് എനിക്ക് ഡിസ്ക് ബൾജിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് കുറെ ആളുകൾ ഒ പിയിൽ വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഈ സ്പൈനൽ അനസ്തീഷ്യ ഡിസ്ക് ബൾജ് ഉണ്ടാക്കുന്നുണ്ടോ? സ്പൈനൽ അനസ്തീഷ്യ കൊണ്ട് ഡിസ്ക് ബൾജ് ഉണ്ടാവുന്നു എന്നത് എവിടെയും തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമല്ല. ഇൻഫാക്ട് അത് തമ്മിൽ ഒരു ഡയറക്റ്റ് കോറിലേഷൻ ഒന്നും തന്നെ ഇല്ല. റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രഗ്നൻസി കൊണ്ട് വരുന്ന നട്ടലിന് വരുന്ന ലോഡ് കൂടുതലായിട്ട് വരിക, അല്ലെങ്കിൽ മസിൽസിന്റെ സ്ട്രെങ്ത് കുറവായിട്ട് വരിക, ഇതൊക്കെ നമുക്ക് പിന്നീട് അങ്ങോട്ടേക്ക് ബാക്ക് പെയിൻ ഉണ്ടാക്കാനുള്ള കാരണങ്ങളാവാം. അല്ലെങ്കിൽ സിസേറിയൻ കഴിഞ്ഞ ശേഷം പ്രോപ്പർ ആയിട്ടൊരു റെസ്റ്റ് എടുക്കാതെ അല്ലെങ്കിൽ മസിൽ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാനുള്ള എക്സസൈസസ് ഒന്നുമില്ലാതെ തന്നെ നോർമൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അത് പോകെ പോകെ ബാക്ക് പെയിൻ ഉണ്ടാവുന്നത് കാണാറുണ്ട്. അല്ലാതെ സ്പൈനൽ അനസ്തീഷ്യ കൊണ്ട് ഡിസ്ക് ബൾജ് ഉണ്ടാവും എന്നുള്ളത് ഒരു മിത്താണ്.